ഹലോ ഗൈസ്, രാവണപ്രഭു മൂവിയുടെ റിലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ വീഡിയോസും കുറച്ച് പോസ്റ്റുകളും സംഗതികളൊക്കെ കാണാനിടയായി ഗൈസ്. അപ്പോൾ അതിൽ രസകരമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഗതി ഇങ്ങോട്ട് ഷെയർ ചെയ്യാതെ വിചാരിച്ച്. സംഗതി ഇതാണ്. സംഭവം സിനിമയൊക്കെ കാണുമ്പോൾ ആരാധകരിങ്ങനെ കിട്ടി ലാലേട്ടനോടുള്ള സ്നേഹം മൂത്തിട്ട് ആ സിനിമയോടുള്ള പ്രേമം മൂത്തിട്ടൊക്കെ ഡാൻസ് കളിക്കലും ഒക്കെയാണ്. അപ്പോൾ സംഭവം പുരിഞ്ഞ ഡാൻസ് അത്രേ. അപ്പോൾ അതിൻ്റെ ഒരു മൊമെൻ്റ് എന്താ അറിയോ, സാഹചര്യം എന്താണെന്ന് വെച്ചാൽ രേവതി മരിച്ചു കിടക്കുന്ന സമയത്ത് ആകാശദീപങ്ങൾ സാക്ഷി അതില്ലേ, ആ പാട്ട് സമയത്ത് അത്ര ഡാൻസ് കളിക്കണത്. നിങ്ങളത് ആ കാര്യം നാലിഞ്ചക്ക് ഞാൻ അത് ആ പോസ്റ്റ് വെച്ചിട്ട് ചിരിച്ച് ചത്ത്. അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളൊക്കെ അടിപൊളിയാണ് കേസ്. ലേ രേവതി പറയിപ്പിക്കാനായിട്ട് ജന്തുക്കളെ ഇറങ്ങിപ്പോയിരട അപരാധികളെ എന്നൊക്കെ കുറേ കമൻറ്റുകൾ അങ്ങനെ. അപ്പോൾ എന്തായാലും രാവണപ്രഭു വീണ്ടും തിയേറ്ററിൽ കാണാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം അല്ലേ കേസ്. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു താല്പര്യം പറയട്ടെ കേസ്, എനിക്ക് രാവണപ്രഭു എന്നുള്ള മൂവിയല്ല, ദേവാസുരം റിലീസ് ചെയ്യപ്പെടണം എന്ന് ഞാനൊരു ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് കേസ്. ദേവാസുരം ഇപ്പോൾ ഇത് അമരം വരുന്നുണ്ട് അല്ലേ, നമുക്കെൻ്റെ അമരം. അപ്പോൾ ഇത് വേറെ കാര്യമുണ്ട്, ഇന്ന് ജീവനോടല്ലാത്ത നമ്മുടെ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ള അതുല്യ നടന്മാരിൽ ഒരാളായ മുരളി അമരത്തിലെ. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ സ്ക്രീനിൽ വീണ്ടും കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ വൈകാരികമായിട്ടുള്ള ഒരു തലം കൂടി ഇതിലുണ്ടായിരിക്കും. ഇപ്പം അമരം എന്തായാലും വരട്ടെ, അടിപൊളിയാവും. രാവണപ്രഭു മോശം നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരണത്. രാവണപ്രഭു എനിക്ക് ആ സിനിമയോട് അങ്ങനെ വലിയ രാവണപ്രഭു ഇല്ല. എന്ത് ഹീറോയിസ് അതിൽ കാണിക്കണത്, ഒരു മാസ്കുലിൻ ആയിട്ടുള്ള ഇങ്ങനെ ഒരു സംഭവം അതിലെന്താ കാണിക്കണത്? ആ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോവുക, തട്ടിക്കൊണ്ട് പോയിട്ട് വേറെ സ്ഥലത്ത് താമസിപ്പിക്കുക, അതൊക്കെ ഹീറോയിസ് അല്ലേ. അതിന് കുറച്ച് റൊമാൻറ്റിക്കായ വൈബിൽ കൂടി പൊതിഞ്ഞിട്ടുണ്ട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ലേ. എന്താണ് സംഭവം? രഞ്ജിത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ വർക്കൗട്ടാവുന്ന രീതിയിലുള്ള രഞ്ജിത്തിൻ്റെ ഒരു ബുദ്ധി ഉണ്ടല്ലോ, നന്നായിട്ടുണ്ട്. എന്തായാലും എനിക്ക് രാവണപ്രഭു എന്നുള്ള സിനിമേനെ എനിക്ക് വലിയ താല്പര്യമില്ല കേസ്, ഉള്ള കാര്യം പറയില്ല. മൊത്തത്തിൽ അതിൻ്റെ ഒരു കഥയുടെയും സംഭവം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം അല്ലേ, കുറേ പാട്ടുകളും കാര്യങ്ങളും ഹീറോയിസും ഒക്കെ അല്ലേ, കാശിൻ്റെ ഹുങ്കും ഒക്കെ. ദേവാസുരം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ നമുക്ക് ഹൃദയഹാരിയായ കുറച്ചുകൂടി ടച്ചിങ് ആയ ഒരു കുറേ കൂടുതൽ മൊമെൻറ്റ്സ് ഉള്ള ഒരു സിനിമയായതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ എനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമകളിൽ ഒന്നാണ് ദേവാസുരം. രാവണപ്രഭു അല്ല, നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതന്നെയായിട്ട് കുറേ സമയം ഇങ്ങനെ പോകേണ്ടി വരില്ല. എന്തായാലും എനിക്ക് ദേവാസുരമാണ് രാവണപ്രഭുവിനേക്കാൾ കൂടുതൽ ഇഷ്ടമുള്ള ഒരു സിനിമ. അത് റിലീസിന് വന്നിട്ട് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു ഗൈസ്. പിന്നെ വേറെ കാര്യം കേട്ടോ, നമ്മുടെ ഇങ്ങനെയുള്ള സിനിമകൾ റിലീസ് വരുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, അതിൽ അഭിനയിച്ച പല ആളുകളും ഇപ്പോൾ ജീവനോടില്ലാത്ത ആളുകളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർ വീണ്ടും സ്ക്രീനിൽ കാണുമ്പോൾ ഒരു സന്തോഷം ഒന്ന്. രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ആ സമയത്ത് ഒരു പക്ഷേ ആ സിനിമ പൊട്ടിപ്പൊളിഞ്ഞ് പോയതായിരിക്കും. ഞാൻ രാവണപ്രഭുവിൻ്റെ കാര്യമല്ല പറയുന്നത്, പല സിനിമകളും ആ സമയത്തൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയതായിരിക്കും. അപ്പോൾ വീണ്ടും ആ സിനിമ കാണാൻ കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു വൈബ്, അല്ലെങ്കിൽ ആ ഇറങ്ങിയ ടൈമിൽ നമ്മൾ സിനിമ കാണാൻ പോയപ്പോൾ ഉണ്ടായ നമ്മുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. അതൊരു നൊസ്റ്റാൾജിക്കായ ഒരു സാധനമല്ലേ അത്. വേറൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ പല ലൈഫ് മൊമെൻറ്റ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സിനിമയായിരിക്കും അത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ കോളേജിലെ ലവറിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ ആ സിനിമ ഇറങ്ങിയ സമയത്ത് കാണാൻ പോയിട്ടുണ്ടാവുക അല്ലേ. അല്ലെങ്കിൽ ചിലപ്പോൾ എക്സാം അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇപ്പോൾ എക്സാമിന് ഇപ്പോൾ നാളെ എക്സാമാണ്, ഇന്ന് വൈകുന്നേരം ഇന്ന് രാത്രി ആയിരിക്കും നമ്മൾ സിനിമ കാണാൻ പോയിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ ഉണ്ട്. കോളേജ് ടൈമിൽ നമ്മൾ എന്ത് പ്രാന്തം ചെയ്യും, പല പ്രാന്തങ്ങളും ചെയ്യുമല്ലോ, അങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സിനിമ റിലീസിൽ വരുമ്പോൾ നമ്മൾ അതൊക്കെ ഓർത്തെടുക്കും. ചിലപ്പോൾ ആ ഒരു സുഹൃത്തിനെ നമ്മൾ വിളിക്കും, ചിലപ്പോൾ ആ ലവറെ നമ്മൾ വിളിക്കും, അല്ലെങ്കിൽ ഓർക്കും. അപ്പോൾ അങ്ങനെ നമ്മളെ ആ സിനിമ എന്ന് പറയുന്നത്, ആ സിനിമ കാണാൻ പോകുന്ന സാഹചര്യം അതുകൂടി നമ്മളെ വല്ലാണ്ട് ഇളക്കി കളയും എന്നൊരു സാധനം. ഇളക്കം പറഞ്ഞാൽ ഞാൻ കാമുകിയെക്കുറിച്ച് പറഞ്ഞപ്പോഴുള്ള ഇളക്കല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. മൊത്തത്തിൽ നമ്മളൊന്ന് കുറച്ചുകൂടി ഇമോഷണലി ഒന്ന് ഇളക്കി കളയും മൊത്തത്തിൽ. അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങൾ കൂടി ഉണ്ട് ഞാൻ വിചാരിക്കുന്ന കേസ്. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന വേറൊരു സംഭവം കൂടിയുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ദേവാസുരത്തിൻ്റെ കാര്യം, രാവണപ്രഭുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ദേവാസുരത്തേക്ക് എത്തിയതാണ്. ഇപ്പോൾ അമരം ഇറങ്ങാൻ പോകണമെന്ന് പറഞ്ഞ സന്തോഷം. ഏതെങ്കിലുമൊക്കെ പ്രേത സിനിമകളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏത് പറയുന്നത്,
ആകാശഗംഗെ ഇതെന്തെങ്കിലും ഒരു സമയത്തൊക്കെ നമ്മൾ വമ്പം പ്രേതപ്പാട്ടങ്ങളെന്ന് വിചാരിച്ചിട്ടുള്ള ഇന്ദ്രിയം അല്ലേ, അത് പിന്നീട് ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ക്രിഞ്ചായി തോന്നുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ചെറുപ്പകാലത്ത് അവളെ ഭരിച്ചിട്ടുള്ള, അവളെ ഒരുപാട് സ്വാധീനിച്ച പ്രേതപടങ്ങളായിരിക്കും അത്. അതൊക്കെ വീണ്ടും കാണാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നത് കേസ്. അതേപോലെ ഇപ്പം എന്താ പറയുക, ഇന്ദ്രൻസിൻ്റെയൊക്കെ പഴയ പടങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അത് അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഒക്കെ അടിപൊളിയാവും തോന്നുന്നു കേസ്. രസമല്ലേ അല്ലേ? അപ്പോൾ ഈ പുതിയ പുതിയ പടങ്ങൾ തന്നെ ഇപ്പോൾ ആൾക്കാർ ഡയറക്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇറക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ യൂട്യൂബിൽ തന്നെ കാണുന്ന പടങ്ങൾ നമുക്കത് വലിയ സ്ക്രീനിൽ കാണാൻ പറ്റുക എന്നുള്ള സാധനം നമ്മൾ വീട്ടിൽ തന്നെ വലിയ സ്ക്രീനിലൊക്കെ കാണൂല. അതുപോലെ തിയേറ്ററിൽ കുറേ ആൾക്കാരെ കൂടെ എന്നിട്ട് കാണാൻ പറ്റിയ ഒരു വലിയ സംഭവം. എനിക്ക് പെട്ടെന്ന് ഈ റിലീസ് എന്നൊക്കെ പറയുമ്പോൾ കണക്റ്റ് ആവുന്ന വേറൊരു സംഭവം എന്താ പറയുക കേസ്, നമ്മൾ ഈ വേൾഡ് കപ്പൊക്കെ കാണൂലേ ക്ലബിൻ്റെ അവിടെ വലിയ സ്ക്രീനിൽ, വലിയ സ്ക്രീനില്ലേ, അപ്പോൾ ചിലപ്പോൾ റോഡിൻ്റെ സൈഡിൽ ചെറിയൊരു സ്ഥലം ഉണ്ടായിരിക്കും, ആ സ്ഥലത്തായിരിക്കും നമ്മളെല്ലാവരും കൂടണത് അല്ലേ. അവിടെ ഇരുന്നിട്ടായിരിക്കും നമ്മളിപ്പോൾ ഇറ്റലിയുടെ കളി കാണുക, അല്ലെങ്കിൽ ബ്രസീലിൻ്റെ അർജൻറ്റീനയുടെ കളിയൊക്കെ കാണുക. അപ്പോൾ അതുപോലെ ഇങ്ങനെ തിയേറ്ററിൽ ഇരുന്നിട്ട് ഇങ്ങനെ പഴയ പടങ്ങളൊക്കെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമല്ലേ. ഇത് പറഞ്ഞപ്പോൾ വേറെ സംഗതി കൂടി ഉണ്ട്. ഇപ്പോൾ നാട്ടിലൊരു ചേട്ടൻ്റെ, ആ ചേട്ടൻ പഴയ സിനിമകളിലെ പാട്ടുകളൊക്കെ, പാട്ട് പുസ്തകം ഉണ്ടായിരുന്നില്ല മുമ്പ്, പൂരത്തിന് ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ അങ്ങനെ പാട്ട് പുസ്തകങ്ങൾ, അതിനെന്തോ ഒരു പേര് പറഞ്ഞിരുന്നു കേസ്. എന്നിട്ട് അതിങ്ങനെ നോക്കി ഇങ്ങനെ പാടൂല, ആ വരികളൊക്കെ നമുക്ക് കാണാപ്പാടൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ടൈപ്പ് അമരത്തിലേക്ക് ആ സിനിമയ്ക്ക് റിലീസ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ച്, അമരം റിലീസ് ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ, അറിഞ്ഞപ്പോൾ, പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ചേട്ടനെ ആലോചിച്ചു. ആ ചേട്ടൻ അതിലെ പല പാട്ടുകളും കാണാപ്പാടെ അറിയാം. അപ്പോൾ ആ ചേട്ടൻ ആ സിനിമ കാണുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, കുറേ മെമ്മറീസ് മൂപ്പർക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും നന്നായി. ഈ റിലീസിങ് എന്നുള്ള പരിപാടി ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് കേസ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ചുമ്മാ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ബോധമില്ലാണ്ട് ഡാൻസ് കളിക്കാമെന്നോ, അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ആ ഒരു മൊമെൻറ്റ് കാണിക്കുന്ന സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് പോലും തുള്ളിക്കളിക്ക് ഡാൻസ് കളിക്കുക എന്നുള്ള ഒരു സാധനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡാൻസ് കളിക്കാതല്ല, കുറേയൊക്കെ ഇവിടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ, നമ്മുടെ സന്തോഷം കാണിക്കാനും ഒക്കെ ഇടുക. അപ്പോൾ സ്ക്രീനിൽ ചിലപ്പോൾ ആൾ മരിച്ചു കിടക്കണോ, ആൾക്ക് വയറിളക്കം പിടിച്ചോ, പ്രേതമായിട്ട് വരണോ, നായകൻ അടികൊള്ളണോ, നായകൻ ഹീറോയിനെ തല്ലിടണോ, നായകൻ ഹീറോയിനെ തല്ലി, നായകൻ വില്ലനെ തല്ലിടണോ എന്നുള്ള ഇവിടെ വിഷയം. ഡാൻസ് കളിക്കുക, കൂക്കി വിളിക്കുക, ഇതൊക്കെ തന്നെ അല്ലേ. എന്തായാലും നന്നായിട്ടുണ്ട് ഗൈസ്.